നമ്മൾ രാവിലെ മുതൽ തൃതീയ സ്കന്ധങ്ങളിലൂടെ ഉള്ള ഓട്ടം. കർദമ പ്രജാപതിയുടെ കഥ പറഞ്ഞ് നേരെ കപിലിലേക്ക് എത്തി. കപിലിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഇപ്പോ അമ്മയ്ക്ക് ഉള്ള ഉപദേശങ്ങളില് കപിലന്റെ ഏറ്റവും മുഖ്യമായിട്ടുള്ള വിഷയം സാഖ്യം. ആ സാഖ്യ യോഗത്തെ കുറിച്ചാണ് ഇന്നത്തെ ഇനിയുള്ള പ്രഭാഷണം. നമുക്ക് ഇതിനു മുമ്പുണ്ടായിരുന്ന സത്സംഗങ്ങളിലൊക്കെ പലതവണയും ഉപാസനകളിലും സത്സംഗങ്ങളിലും ഒക്കെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന കലാ ഉണ്ണികൃഷ്ണൻ ബോംബെയിലാണ്, കഞ്ചുമാർഗ് എന്ന് പറഞ്ഞ സ്ഥലം. അപ്പൊ അവിടെ ആ അമ്മയുടെ വാക്കുകൾ, നമ്മുടെ അമ്മയുടെ പ്രഭാഷണങ്ങൾ, അംബരീഷ് ചരിതം തുടങ്ങിയിട്ടുള്ള കഥകളൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ട്. അങ്ങനെയുള്ള അമ്മയാണ് നമുക്ക് തൃതീയ സ്കന്ധത്തില് 9 അധ്യായത്തില് 2ാമത്തെ അധ്യായമായിട്ടുള്ള സാഖ്യം 26ാമത്തെ അധ്യായം ദേവഹൂതിക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ടുള്ള രംഗം നമുക്ക് പറഞ്ഞു തരുന്നത്. എല്ലാ ആചാര്യ മര്യാദകളോടും കൂടി കലാ ഉണ്ണികൃഷ്ണൻ എന്ന അമ്മയെ ഈ വേദിയിലേക്ക് ഗുരുനാഥന്റെ സ്മരണയോടുകൂടി നടക്കുന്ന ഭാഗവത നവാഹയജ്ഞത്തിന്റെ 2ാം ദിവസത്തെ മധ്യാഹ്നത്തിലുള്ള പ്രഭാഷണത്തിനായിട്ട് സവിനയം സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരുപരമ്പരാം. കൃഷ്ണോ രക്ഷതു മാം ചരാചര ഗുരു കൃഷ്ണം നമസ്യേ സദാ. കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃത് കൃഷ്ണായ ദത്തം മനഃ. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ കൃഷ്ണസ്യ ദാസോസ്മ്യഹം. കൃഷ്ണേ ഭക്തിരചഞ്ചലാസ്തു ഭഗവൻ ഹേ കൃഷ്ണ തുഭ്യം നമഃ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. സന്നിഹിതരായ എല്ലാ സജ്ജനങ്ങൾക്കും എന്റെ വിനീതമായ കൂപ്പുകൾ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 25 മുതൽ 33 അധ്യായങ്ങളിലായി കപിലോപദേശം, കാപിലേയം ആഖ്യാനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഗൃഹസ്ഥാശ്രമത്തിൽ അനുഷ്ഠിക്കേണ്ടതായ എല്ലാ കർമ്മങ്ങളും തന്നെ പൂർത്തീകരിച്ചതിന് ശേഷം കർദമ പ്രജാപതി സന്യാസം സ്വീകരിച്ച് വനത്തിലേക്ക് ഗമിക്കുന്നു. ലൗകിക സുഖങ്ങളിൽപ്പെട്ട് ചഞ്ചലമായ മനസ്സിനെ ശാന്തമാക്കുവാനായി ധർമ്മത്തിന്റെ ഉപായം പറഞ്ഞു തരണം എന്ന മാതാവിന്റെ അഭ്യർത്ഥന പ്രകാരം കപിലമുനി ഭക്തിയോഗം, ജ്ഞാനയോഗം, കർമ്മയോഗം ഇങ്ങനെ ക്രമത്തിൽ ഉപദേശിക്കുകയാണ്. കഴിഞ്ഞ അധ്യായത്തിൽ ശ്രേഷ്ഠമായ ഭക്തിയോഗം കഴിഞ്ഞു. ഈ 26ാമത്തെ അധ്യായത്തിൽ സാഖ്യയോഗം, സാഖ്യശാസ്ത്രം അതാണ് വിശദീകരിക്കുന്നത്. സാഖ്യശാസ്ത്രം ആദ്യകാലത്ത് ബ്രഹ്മാവ് സ്വപുത്രനായ മനുവിന് ഉപദേശിച്ചു. മൈത്രേയ മുനി വിതുരർക്ക് ഉപദേശിച്ചു. ഇപ്പോൾ സാക്ഷാൽ ഭഗവാൻ തന്നെ മാതാവിന് ഉപദേശിക്കുകയാണ്. സാഖ്യം സംഖ്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാകുന്നത്. അതിലാദ്യം പ്രകൃതി പുരുഷന്മാർ തുടങ്ങിയ എല്ലാ തത്വങ്ങളുടെയും ഉൽപ്പത്തിയും ലക്ഷണവും വിശദീകരിക്കുകയാണ്. ആദ്യം പ്രകൃതി പുരുഷന്മാർ തമ്മിലെ വ്യത്യാസം, താരതമ്യം പറയുന്നു. പ്രകൃതി സത്വരജോ തമോ ഗുണങ്ങളോട് കൂടിയതാകുന്നു. ആ മൂലപ്രകൃതിയെ മായ എന്നും വിളിക്കാം. പുരുഷൻ സത്വരജോ തമോ ഗുണങ്ങൾക്കെല്ലാം തന്നെ അതീതനാകുന്നു. പ്രകൃതിയുടെ സ്വരൂപം ജഡമാണ്. അതേസമയം പുരുഷൻ എങ്ങും വ്യാപിച്ചിരിക്കുന്ന ചൈതന്യമാകുന്നു. അതിനാൽ തന്നെ അതിന് ആദ്യ മധ്യാന്തങ്ങളൊന്നും തന്നെ ആ ധർമ്മങ്ങളൊന്നും തന്നെ അതിനില്ല. ജനനം, വളർച്ച തുടങ്ങിയ ധർമ്മങ്ങളും അതിനില്ല. അതേസമയം പ്രകൃതിക്ക് ഇതെല്ലാം ഉണ്ട് താനും. നമ്മൾ സാധാരണയായി എല്ലാ സപ്താഹങ്ങളിലും കേൾക്കുന്ന ഒരു ഉപമയാണ്. അത് ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്താണ് ഇപ്പൊ ഇലക്ട്രിസിറ്റി, ഇപ്പൊ ഈ ചൈതന്യം, പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള ആ വിവേചനം, അത് ഈ ചൈതന്യവും പ്രകൃതിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ കേട്ട ഒരു ഉദാഹരണങ്ങളാണിത്. ഇലക്ട്രിസിറ്റി നമ്മൾക്ക് നഗ്ന നേത്രങ്ങൾക്ക് ഗോചരമല്ല. അതേസമയം
ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചുള്ള ഉപകരണങ്ങളെല്ലാം തന്നെ നമ്മൾക്ക് കാണാൻ സാധിക്കും. ഫാൻ, ഫ്രിഡ്ജ്, ലൈറ്റ് ഇങ്ങനെയുള്ളതെല്ലാം തന്നെ. ആ ഇലക്ട്രിസിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ഇതൊന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല, ഇതെല്ലാം തന്നെ ജഡതുല്യമാകുന്നു. പിന്നെ എന്നൊരു ഉദാഹരണം കേട്ടത് നമ്മുടെ ഈ മൊബൈൽ അത് നമ്മുടെ അതിന്റെ ആ സിം പിന്നെ പുരുഷനാണ്, അതായത് ആ ചൈതന്യം, അതായത് ആത്മാവായി നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ ആ മൊബൈൽ എന്ന ഉപകരണം അതിന് എന്ത് കേടുപാടുകൾ വന്നു കഴിഞ്ഞാലും നമ്മൾ ഈ സിം ഒന്നിൽ നിന്ന് എടുത്ത് മറ്റേതിലേക്ക് അത് മാറ്റി സ്ഥാപിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അങ്ങനെ പ്രകൃതി തത്വങ്ങൾ, ഈ കാണുന്നതെല്ലാം തന്നെ പ്രകൃതി തത്വങ്ങളാണ്. ഇതിനെല്ലാം തന്നെ പ്രവർത്തിക്കണമെങ്കിൽ ആ ഒരു ചൈതന്യം വേണം, അതാണ് പുരുഷൻ. പ്രകൃതി തത്വങ്ങൾ 24 സാംഖ്യശാസ്ത്രത്തിൽ പറയുന്നു. പഞ്ചഭിർ ബ്രഹ്മ ചതുർഭിർ ദശഭിസ്തഥാ ഏതചതുർവിംശതികം ഗണം പ്രാധാനികം വിദു. 5, 5, 4, 10 എന്നീ ക്രമത്തിൽ 24 തത്വങ്ങൾ. പ്രകൃതി മഹദ് അഹങ്കാരാശ്ച മാത്രാശ്ച ഭൂതാന്യപി ഹൃദവിദശാക്ഷി പൂരുഷ പഞ്ചവിംശ. നാരായണീയത്തിൽ ശ്രീമാൻ ഭട്ടതിരിപ്പാട് പറഞ്ഞിരിക്കുന്നതും അത് തന്നെയാകുന്നു. ഇനി ഈ 5, 5, 10, 4 എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം 5 പഞ്ചഭൂതങ്ങൾ, ഇതെല്ലാവർക്കും അറിയാം. ഭൂമി, ജലം, വായു, അഗ്നി, ആകാശം. പിന്നീട് ഗന്ധം, രസം, രൂപം, സ്പർശം, ശബ്ദം എന്നീ ഈ പഞ്ചഭൂതങ്ങളുടെ സൂക്ഷ്മ രൂപങ്ങളായ പഞ്ചതന്മാത്രകളാകുന്നു ഈ 5 എണ്ണം. 5 ഉം 5 ഉം 10 ആയി. അടുത്തത് കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ത്വക്ക്, ഈ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ. വാക്ക്, പാണി, പാദം, പായു വിസർജനേന്ദ്രിയങ്ങൾ, മേഡ്രം അഥവാ ജനനേന്ദ്രിയങ്ങൾ. ഇങ്ങനെ 5. ഇതെല്ലാം കൂടി ഇപ്പോൾ 20 ആയി. മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, അന്ധകരണങ്ങൾ 4. ഇതെല്ലാം കൂടി 24. ഈ 24 പ്രകൃതി തത്വങ്ങളും ജഡം തന്നെ. എന്നാൽ ഇതെല്ലാം തന്നെ പ്രവർത്തിക്കണമെങ്കിൽ ആര് വരണം? യോ അന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരസ്വധാംനാ അന്യാംസ്ത ഹസ്തചരണ ശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ധ്രുവസ്ഥിതിയിൽ പറഞ്ഞതുപോലെ യാതൊരു ചൈതന്യമാണോ എന്റെ ഉള്ളിൽ പ്രവേശിച്ച് എന്റെ ഉറങ്ങിക്കിടക്കുന്ന വാക്കിനെ സജീവമാക്കുകയും മാത്രമല്ല കൈകൾ, കാലുകൾ, ചെവികൾ, ത്വക്ക് തുടങ്ങിയ എല്ലാ ജീവശക്തികളെയും അവയവങ്ങളെയും തന്റെ സാന്നിധ്യത്താൽ ശക്തിപ്പെടുത്തിയത്, അങ്ങനെയെല്ലാമായിരിക്കുന്ന ആ പരമപുരുഷനായ ഭഗവാനെ അങ്ങേക്ക് പ്രണാമം. ഈ ചൈതന്യം, ഇത് തന്നെയാകുന്നു പുരുഷൻ, ബ്രഹ്മം, ബോധം എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഈ ചൈതന്യമാകുന്ന 25ാമത്തെ തത്വം. പ്രപഞ്ചം പഞ്ചവിഷയാകാരമായ ഈ പ്രപഞ്ചത്തിൽ ഈ പഞ്ചഭൂതങ്ങൾ, അതാണ് ആകാശം, വായു, അഗ്നി അഥവാ തേജസ്, ജലം, പൃഥ്വി. ഇതിന്റെ ഗുണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആകാശത്തിന്റെ ഗുണമാകുന്നു ശബ്ദം. വായുവിന്റെ ഗുണമാകുന്ന സ്പർശം. പക്ഷെ വായു ആകാശത്തോട് ചേർന്നിരിക്കുന്നതിനാൽ ആകാശത്തിന്റെ ഗുണമായ ശബ്ദവും തന്റേതായ ഗുണമായ സ്പർശവും കാണുന്നു. തേജസ് അഥവാ അഗ്നിയുടെ തന്റേതായ ഗുണം രൂപമാകുന്നു. അതേസമയം ആകാശത്തിന്റെ ഗുണമായ ശബ്ദവും വായുവിന്റെ ഗുണമായ സ്പർശവും എല്ലാം അതിൽ കാണപ്പെടുന്നു. ജലം, ആകാശം, വായു, അഗ്നി ഇതെല്ലാം ചേർന്നിരിക്കുന്നതിനാൽ തന്നെ ജലത്തിന്റെ ഗുണങ്ങള് ശബ്ദം, സ്പർശം, രൂപം ഇതെല്ലാം കാണും. പക്ഷെ ജലത്തിൻ്റെതായ തനതായ ആ ഗുണം രസം. അടുത്തത് പൃഥ്വിയുടെ തനതായ ഗുണം ഗന്ധമാകുന്നു. പൃഥ്വിയിൽ ഈ 4 ചേർന്നിരിക്കുന്നതിനാൽ ഈ മറ്റു 4 ഗുണങ്ങളും ശബ്ദം, സ്പർശം, രൂപം, രസം ഇതെല്ലാം തന്നെ ഗന്ധം ഇതെല്ലാം തന്നെ പൃഥ്വിയുടെ ഗുണങ്ങളായി പറയാം. ഈ 5 വിഷയങ്ങളെ ഇതെല്ലാം തന്നെ നമ്മൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ പഞ്ചേന്ദ്രിയങ്ങൾ വഴി ലഭിക്കുന്ന അറിവിൽ കൂടി മാത്രമേ നമ്മൾക്ക്
ഈ പ്രപഞ്ചത്തിലെ ഈ എല്ലാം തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മഹത്തത്വം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, ഇതെല്ലാം കൂടി അന്ധകരണം 4 എന്ന് പറഞ്ഞല്ലോ. ഇത് വാസ്തവത്തിൽ അന്ധകരണം 1 മാത്രമേ ഉള്ളൂ. എന്നാൽ അതിന്റെ ആ പ്രവൃത്തികൾ കൊണ്ട് മാത്രമാകും നമുക്ക് 4ആയി കാണപ്പെടുന്നത്. അന്ധകരണ ശുദ്ധിക്കായി സാധാരണയായി ചതുർവ്യൂഹ ഉപാസന ക്രമം ഉപദേശിക്കാറുണ്ടല്ലോ. ഓം നമോ ഭഗവതേ തുഭ്യം വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ നിരുദ്ധായ നമഃ സംകർഷണായ ച. ഈ ചതുർവ്യൂഹ മന്ത്രം സാധാരണയായി നമ്മളെ കുട്ടികൾക്കൊക്കെ, കോളേജിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ അവർക്ക് ഈ കോൺസെൻട്രേഷൻ, പഠനത്തിൽ കോൺസെൻട്രേഷൻ ലഭിക്കാനായി ഉപദേശിക്കുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അത്ര ഈ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ഇതിൽ ഈ ചിത്തമാണ്. ചിത്തം എന്താകുന്നു? നിർമ്മലവും ശാന്തവും. എന്നാൽ ഈ ബാഹ്യമായ യാതൊരു ലൗകികമായ ഗുണങ്ങളൊന്നും തന്നെ ബാധിക്കാത്ത, സംയമനത്തോടു കൂടിയുള്ള, അതായത് രാഗദ്വേഷങ്ങളൊന്നും തന്നെ ബാധിക്കാത്ത അവസ്ഥ, അത് തന്നെയാകുന്നു ചിത്തം. അത് തന്നെയാകുന്നു വാസുദേവൻ, ശ്രീഹരി എന്നൊക്കെ പറയുന്നത്. അഹങ്കാരം സാത്വിക അഹങ്കാരം, താമസാഹങ്കാരം, രാജസാഹങ്കാരം, ഇത് സാധാരണ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണിത്. സാത്വിക അഹങ്കാര സംബന്ധത്താൽ ശാന്തി ലഭിക്കുന്നു. എന്നാൽ രാജസാഹങ്കാര സംബന്ധത്താൽ പ്രവൃത്തികളെല്ലാം തീക്ഷ്ണത കാണാം. താമസാഹങ്കാര സംബന്ധത്താൽ ആലസ്യം, ഒരാൾ ആലസ്യനായി ഇരിക്കുന്നുണ്ടെങ്കിൽ, ആലസ്യഭാവത്തോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് അവരിൽ താമസാഹങ്കാരം ഉണ്ട് എന്നും പറയാം. ഈ മഹത്തത്വം, അഹങ്കാരതത്വം, പഞ്ചഭൂതങ്ങൾ, ഇത് എല്ലാം 7 തന്നെ യോജിക്കാതെ ഇരുന്നപ്പോൾ കാലകർമ്മ ഗുണങ്ങളോടുകൂടി ഈശ്വരൻ ഇവയിൽ പ്രവേശിച്ചു. തുടർന്ന് ചേതനയില്ലാത്ത അണ്ഡം, ബ്രഹ്മാണ്ഡം ഉണ്ടായി. ഇത് തന്നെയാകുന്നു വിരാട് പുരുഷൻ. നമ്മൾ ഈ പ്രപഞ്ചത്തെ, നമ്മുടെ ഹിന്ദു ധർമ്മത്തിൽ സാധാരണയായി നമ്മൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം തന്നെ നമ്മുടെ ഗുരുക്കളും, ഈ പ്രപഞ്ചം മുഴുവനും ഈശ്വരമയമാണെന്നുള്ള ഒരു സങ്കല്പമാണല്ലോ. ഈ വിരാട് പുരുഷ വർണ്ണനയൊക്കെ നമ്മൾ ദ്വിതീയ സ്കന്ധത്തിൽ കണ്ടതാകുന്നു. അങ്ങനെ ഇതെല്ലാം കൂടി ചേർന്ന് ആ ഒരു ബ്രഹ്മാണ്ഡം ജലത്തിൽ അങ്ങനെ കിടക്കുകയാണ്, അതിപ്രകാശമുള്ളത്. അതുകൊണ്ട് തന്നെ ഹിരണ്യഗർഭൻ എന്നും പറയുന്നു ഈ അണ്ഡത്തെ, ഈ ബ്രഹ്മാണ്ഡത്തെ. ഈ ആണ്ഡകോശത്തിൽ ഭഗവാന്റെ ചൈതന്യം പ്രവേശിച്ചതില് ഇന്ദ്രിയദ്വാരങ്ങൾ ഉണ്ടാക്കി. ആദ്യം മുഖം, തുടർന്ന് നാസികാദ്വാരങ്ങൾ, ഘ്രാണേന്ദ്രിയങ്ങൾ, കണ്ണുകൾ, കർണങ്ങൾ, ചെവി, ഇങ്ങനെ ക്രമത്തിൽ. തുടർന്ന് ത്വക്ക്, ശരീരരോമം, മുഖരോമം, ഉദം, അതിൽ നിന്ന് അപാനവായു, തുടർന്ന് മൃത്യു, പിന്നീട് കൈകൾ, കാലുകൾ, നാഡികൾ, ഉദരം, ഇങ്ങനെ ഓരോന്നോരോന്നായി അതിൽ നിന്നും ഉത്ഭവിച്ചു. അതിൽ കാണപ്പെട്ടു എന്ന്, ആദ്യ ദ്വാരങ്ങൾ ഉണ്ടായതൊക്കെ അതൊക്കെ കാണപ്പെട്ടു എന്നാണ് പറയുന്നത്. ഹൃദയത്തിൽ നിന്നും ബുദ്ധി, മനസ്സ്, ബുദ്ധി, അഹങ്കാരം. മനസ്സിൽ നിന്ന് മനസ്സിന്റെ അധിഷ്ഠാതാവായി ചന്ദ്രൻ ഉണ്ടായി. ബുദ്ധിയുടെ അധിഷ്ഠാതാവായി ബ്രഹ്മാവും, അഹങ്കാരത്തിന്റെ അധിഷ്ഠാതാവായി രുദ്രനും ഉണ്ടായി. ഹൃദയത്തിൽ നിന്നുണ്ടായ ചിത്തം, അതിൽ നിന്നാണ് ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്ന ജീവൻ ഉണ്ടായി. ഇതിനെക്കുറിച്ച് ഓരോ പുരാണങ്ങളിൽ ഓരോ സ്ഥലത്തും പലതരം വ്യാഖ്യാനങ്ങളാണ് കാണപ്പെടുന്നത്. എനിക്ക് ഇതിനെക്കുറിച്ച് അത്രമാത്രമേ, ഇത്രയൊക്കെ ഇത് പഠിച്ചും അത് എക്സ്പ്രസ് ചെയ്യാൻ എനിക്ക് ഇത്രമാത്രമേ സാധിക്കുന്നുള്ളൂ. ഈ നമ്മുടെ ശരീരം ഒരു ക്ഷേത്രമാണെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ജീവൻ എന്ന് പറയുന്ന ആ ബ്രഹ്മം, അത് തന്നെയാകുന്നു ക്ഷേത്രജ്ഞൻ. ക്ഷേത്രജ്ഞോക്ഷര ഏവച്ച എന്ന് നമ്മൾ പറയാറുണ്ട്. അതായത് ക്ഷരമില്ലാത്തത്, നശിക്കാത്തത് അക്ഷരം. ക്ഷേത്രജ്ഞോക്ഷര ഏവച്ച, അക്ഷരം, അത് ക്ഷരമില്ലാത്തത്, അതാകുന്നു ഈ ചൈതന്യം. ഇങ്ങനെ ഇതിൽ നിന്ന് പുറപ്പെട്ട ഇപ്പൊ ദേവന്മാര്, ഇവർക്ക് ഈ വിരാട് പുരുഷൻ അങ്ങനെ ജലത്തിൽ കിടക്കുകയാണത്. അപ്പോ ഈ ദേവന്മാർക്ക് ആർക്കും തന്നെ ആ വിരാട് പുരുഷനെ ഉണർത്തുവാനായില്ല. ഇവരെല്ലാം തന്നെ അവരവരുടെ അധിഷ്ഠാനങ്ങളിൽ വസിച്ചു. എന്നിട്ടും ഇവർക്ക് ഉണർത്തുവാനായില്ല എന്ന് 63-ാമത്തെ ശ്ലോകം മുതൽ 69-ാമത്തെ ശ്ലോകം വരെ നാ ഉദത്തിഷ്ടതഥാ വിരാട് എന്ന് ആ രണ്ടാമത്തെ ഓരോ ശ്ലോകത്തിന്റെ രണ്ടാമത്തെ വരിയിൽ അതിങ്ങനെ വ്യക്തമായി അത് പറയുകയാണ്. അതിൽ ആ ഇന്ദ്രിയ
എന്താണ് ഇന്ദ്രിയങ്ങളും അതിന്റെ അധിഷ്ഠാന ദേവതമാരും എല്ലാവരും തന്നെ അതിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അത് 63 മുതൽ 63 വരെയുള്ളതിൻ്റെ അത് ചുരുക്കുമെന്ന് പറയാം. ഇതിൽ ആദ്യം അഗ്നിദേവത വാക്കോടുകൂടി മുഖമാകുന്ന അധിഷ്ഠാനത്തിൽ വസിച്ചു. അപ്പോഴും വിരാട് ഭഗവാൻ ഉണർന്നില്ല. തുടർന്ന് വായുദേവൻ ഘ്രാണേന്ദ്രിയത്തോടുകൂടി നാശികേന്ദ്രിയത്തിൽ പ്രവേശിച്ചു. അപ്പോഴും വിരാട് ഭഗവാൻ ഉണർന്നില്ല. സൂര്യദേവൻ നേത്രേന്ദ്രിയത്തോടുകൂടി കണ്ണുകളിൽ വസിച്ചു. ദിക്കുകളാവുന്ന ദേവതകൾ ചെവികൾ എന്ന ഇന്ദ്രിയങ്ങളോടുകൂടി കർണങ്ങളിൽ പ്രവേശിച്ചു. കർണദ്വാരം, ചെവികൾ എന്ന അതിന് ആവരണം ചെയ്യുന്ന പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു അംഗമാണ് ചെവികൾ. അപ്പൊ കർണദ്വാരത്തിൽ പ്രവേശിച്ചു. അപ്പോഴും വിരാട് ഭഗവാൻ ഉണർന്നില്ല. ഔഷധാദികളാകുന്ന ദേവതമാർ രോമങ്ങളോടുകൂടി ത്വക്ക് എന്ന ഇന്ദ്രിയത്തിൽ പ്രവേശിച്ചു. ജലദേവത വീര്യം അഥവാ രേതസ്സോടുകൂടി ജനനേന്ദ്രിയത്തിലും പ്രവേശിച്ചു. അപ്പോഴും വിരാട് ഭഗവാൻ ഉണർന്നില്ല. ന ഉദതിഷ്ഠത്തതാ വിരാട്. മൃത്യുദേവത അപാനനോടുകൂടി ബുധത്തിൽ പ്രവേശിച്ചു. ഇന്ദ്രദേവൻ ബലത്തോടുകൂടി കൈകളിൽ വസിച്ചു. അപ്പോഴും വിരാട് ഭഗവാൻ ഉണർന്നില്ല. വിഷ്ണുദേവൻ ചലനം അഥവാ ഗമനം എന്ന ക്രിയയോടുകൂടി പാദങ്ങളിൽ. നദീദേവതകൾ രക്തത്തോടുകൂടി നാഡികളിലും പ്രവേശിച്ചു. അപ്പോഴും വിരാട് ഭഗവാൻ ഉണർന്നില്ല. സമുദ്രാധിപൻ വിശപ്പ്, ദാഹം എന്നിവയോടുകൂടി ഉദരത്തിലും. ചന്ദ്രൻ മനസ്സോടുകൂടി ഹൃദയത്തിലും പ്രവേശിച്ചു. അപ്പോഴും വിരാട് ഭഗവാൻ ഉണർന്നില്ല. രുദ്രദേവൻ അഭിമാനത്തോടെ ഹൃദയത്തിൽ അധിവസിച്ചു. അപ്പോഴും വിരാട് ഭഗവാൻ ഉണർന്നില്ല. ബ്രഹ്മദേവൻ ബുദ്ധിയോടുകൂടി ഹൃദയത്തിൽ അധിവസിച്ചു. അപ്പോഴും വിരാട് ഭഗവാൻ ഉണർന്നില്ല. ഇത്രയും ദേവതമാർ പ്രവേശിച്ചിട്ടും ഉണരാത്ത ആ വിരാട് പുരുഷൻ എപ്പോഴാണ് ഉണർന്നത്? ചിത്തേന ഹൃദയം ചൈത്യ ക്ഷേത്രജ്ഞ പ്രാവിശത് യഥാ വിരാട് തദൈവ പുരുഷ സലിലാത് ഉദതിഷ്ഠത. ഇതില് വിരാട് പുരുഷ സലിലാത് ഉദതിഷ്ഠത. അതാ ഈ ശ്ലോകത്തിലാണ് വിരാട് പുരുഷ സലിലാട് ഉദതിഷ്ഠത എന്ന് പറയുന്നത്. ചൈത്യക്ഷേത്രജ്ഞ ചേതസ്വരൂപനായ ജീവൻ ചിത്തത്തോടുകൂടി ഹൃദയത്തെ എപ്പോൾ പ്രവേശിച്ചുവോ അപ്പോൾ തന്നെ ആ വിരാട് പുരുഷൻ, ആ വിരാട് പുമാൻ, ആ ഹിരണ്യഗർഭൻ ജലത്തിൽ നിന്ന് എഴുന്നേറ്റ് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെ നടത്തുവാൻ ജാഗരൂകനായി. ഇവിടെ നമ്മൾ ഒരു ഉറങ്ങിക്കിടക്കുന്ന ഒരാൾ നമ്മൾ അടുത്ത ദിവസം രാവിലെ നമ്മൾ എണീക്കുമോ ഇല്ലയോ എന്നതിന് ആർക്കും തന്നെ പ്രവചിക്കാൻ സാധിക്കില്ല. അവിടെ ആ ജീവചൈതന്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് പഴയതുപോലെ എഴുന്നേറ്റ് എല്ലാ കർമ്മങ്ങളും നമ്മൾക്ക് ചെയ്യുവാൻ സാധിക്കൂ, നമ്മുടെ കർത്തവ്യങ്ങളെല്ലാം സാധിക്കൂ. നമ്മളൊക്കെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ കേൾക്കുന്ന ഒരു ചൊല്ലാണ് ഭഗവാന്റെ അറിവില്ലാതെ ഒരു ഇല പോലും അനങ്ങില്ല എന്ന് നമ്മൾ ചെറുപ്പകാലങ്ങൾ മുതൽക്കേ കേൾക്കുന്ന കാര്യങ്ങളാണ്. അതായത് ഈ പ്രപഞ്ചത്തിലെ എല്ലാ ചരാചരങ്ങളും അതാത് കാര്യങ്ങൾ ചെയ്യുന്നത് ആ പരബ്രഹ്മ ചൈതന്യത്തിന്റെ പ്രഭാവം കൊണ്ട് മാത്രമാകുന്നു. ബാക്കി കാണുന്ന പ്രകൃതിയിലെ യാതൊന്നിനും തന്നെ എല്ലാം തന്നെ ജഡമാകുന്നു. ഈ ചൈതന്യം മാത്രമാകുന്നു ഈ ജീവന്റെ നിലനിൽപ്പിന്റെ പ്രധാനമായ ആധാരം. അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാന സമായുക്തം പജാമന്യം ചതുർവിധം. ഭഗവത്ഗീതയിൽ പുരുഷോത്തമ യോഗത്തിൽ ഭഗവാൻ പറയുകയാണ്, പ്രാണികളുടെ ദേഹത്തിൽ ജഡരാഗ്നിയായി പ്രവർത്തിച്ച് പ്രാണൻ, അപാനൻ എന്നീ വായുക്കളോട് ചേർന്ന് 4 വിധമായ അന്നത്തെയും ദഹിപ്പിക്കുന്നതും ഞാനാകുന്നു. അതായത് ആ ചൈതന്യയുടെ ഞാൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഭഗവാൻ നമ്മിൽ തന്നെയുള്ള ആ ഈശ്വര ചൈതന്യം, അതായത് ആ ബോധം അതാകുന്നു. നമ്മുടെ ശരീരം, അതായത് മനോഹരമായ കണ്ണുകൾ, മൂക്ക് എല്ലാം എന്തുണ്ടെങ്കിൽ തന്നെയും ഇതെല്ലാം തന്നെ പ്രവർത്തി നിരന്തരമാകണമെന്നുണ്ടെങ്കിൽ ആ ചൈതന്യത്തിന്റെ പ്രഭാവം വളരെ ആവശ്യമാകുന്നു. ദേവഭൂതി വാസ്തവത്തിൽ
നമ്മുടെ എല്ലാം തന്നെ ദേവഹൂതിയെ നമ്മുടെ എല്ലാം തന്നെ പ്രതീകമായി നമുക്ക് കാണാം. മഹർഷി കപിലാചാര്യ എന്ന് വിഷ്ണു സഹസ്രനാമത്തിലും സിദ്ധാനാം കപിലോ മുനി എന്ന് ഭഗവത്ഗീത വിഭൂതി യോഗത്തിലും പറയുന്നുണ്ട്. കപിലമുനിയുടെ മഹത്വം ഇതിൽ നിന്നെല്ലാം തന്നെ നമുക്ക് വ്യക്തമായി കാണാം. പുത്രൻ മാതാവിന് ഉപദേശിച്ചതാകിയാൽ ലളിതമായ വ്യാഖ്യാനം ഇതിൽ ഇവിടെ ഭാഗവതത്തിൽ സാഖ്യയോഗത്തിൽ 5 മിനിറ്റ്. പുത്രൻ മാതാവിന് ഉപദേശിച്ചതാകിയാൽ ലളിതമായി സാഖ്യയോഗം വ്യാഖ്യാനം ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് സങ്കീർണമായിട്ടാണ് ഇത് തോന്നിയത്. കുറേയധികം മെനക്കെട്ട് റെഫർ ചെയ്ത് ആണ് ഇത്രയെങ്കിലും ഒന്ന് എക്സ്പ്രസ് ചെയ്യാൻ എനിക്ക് ഭഗവാൻ ഒരു അവസരം തന്നത്, സാധിച്ചത്. തസ്മിൻ പ്രത്യഗാത്മാനം ധിയായോഗ പ്രവൃത്യ ഭക്ത്യ വിരക്ത്യ ജ്ഞാനേന വിവിച്യാത്മനി ചിന്തയേത്. ഇത് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം ഉപസംഹരിക്കുന്നത്. നമ്മുടെ ഭക്തി കൊണ്ടും ഭക്ത്യ വിരക്ത്യ ജ്ഞാനേന വിവിച്യാത്മനി ചിന്തയേത് നമ്മളൊക്കെ ചെയ്യേണ്ട കാര്യമാകുന്നു. ഇവിടെ ഭഗവാൻ കപിലമുനി മാതാവിനോട് പറഞ്ഞ കാര്യങ്ങൾ നമ്മളെല്ലാം തന്നെ പ്രാവർത്തികമാക്കാൻ നമ്മൾക്ക് ശ്രമിക്കാം. ഭക്തി കൊണ്ടും വിരക്ത്യ വിഷയവൈരാഗ്യം കൊണ്ടും ജ്ഞാനേന വിവേകം കൊണ്ടും യോഗപ്രവൃത്തയാധിയ അഷ്ടാംഗ യോഗാഭ്യാസത്താൽ ഉണ്ടായ ബുദ്ധി കൊണ്ടും അസ്മിൻ ആത്മനി ശരീരത്തിൽ കുടികൊള്ളുന്ന ബ്രഹ്മസ്വരൂപത്തെ, ചൈതന്യത്തെ, ബോധത്തെ, വാസുദേവൻ, ശ്രീഹരി എന്നെല്ലാം നമ്മൾക്കത് വിളിക്കാം, മനസ്സിലാക്കുക. അത് വേർതിരിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതാകുന്നു. ക്രമേണ ക്രമേണ ദേഹേന്ദ്രിയാദികളിലുള്ള ഞാനെന്നും എന്റേതെന്നും ഉള്ള ചിന്തകൾ ഇല്ലാതായി. നമ്മൾ ഇതുപോലെ വിചിന്തനം ചെയ്യുന്നതിലൂടെ ദേഹേന്ദ്രിയാദികളിലുള്ള ഞാനെന്നും എന്റേതെന്നുമുള്ള ഈ ചിന്തകൾ ഇല്ലാതായി സംസാരധർമ്മങ്ങൾ നിമിത്തം ഉണ്ടാകുന്ന സുഖം, ദുഃഖം ഇതൊക്കെ മാറി മാറി അനുഭവിക്കേണ്ടി വരുന്നതായ പുനരഭിജനനം, പുനരഭിമരണം എന്ന പ്രക്രിയയിൽ പെടാത്ത ആത്മസാക്ഷാത്കാരം, മുക്തി, മോക്ഷം എന്തും പറയാം. ഇതൊക്കെ തന്നെ നമ്മൾക്ക് പ്രാപിക്കുവാൻ ഈ സാഖ്യശാസ്ത്രം ഉപകരിക്കുമെന്ന് കപിലമുനിയുടെ ഈ കാവിലേയം എന്ന ആഖ്യാനത്തിൽ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ദേവഹൂതിക്ക് സാധ്യമായ ഈ ആത്മസാക്ഷാത്കാരം ഈ ഭാഗവത കുടുംബത്തിലെ എല്ലാ ജനങ്ങൾക്കും ഈ സാഖ്യശാസ്ത്രം മനസ്സിലാക്കുന്നതിലൂടെ ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി സാധ്യമാകട്ടെ. ഈ മുക്തി, മോക്ഷം, ആത്മസാക്ഷാത്കാരം, ഭഗവത് സാക്ഷാത്കാരം ഇതെല്ലാം തന്നെ നമ്മള് മരണശേഷം കൈവരിക്കേണ്ട ഒന്നല്ലാതെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ ബാഹ്യമായ യാതൊരു പ്രലോഭനങ്ങളും യാതൊരു ലൗകിക സുഖങ്ങളിലും മനസ്സ് അടിമപ്പെടാതെ ചഞ്ചലപ്പെടാതെ നമ്മുടെ കർത്തവ്യങ്ങളെല്ലാം തന്നെ നമ്മൾക്ക് അതായത് ഈശ്വരാർപ്പണമായി ഭാവശുദ്ധിയോടുകൂടി സമർപ്പിക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥ തന്നെയാകുന്നു മുക്തി, മോക്ഷം, ആത്മസാക്ഷാത്കാരം, ഭഗവത് സാക്ഷാത്കാരം എന്നൊക്കെ പറയുന്നത്. അതിനായി നമ്മളിലുള്ള ഈ ഈശ്വര ചൈതന്യം, ഭഗവാൻ കുടികൊള്ളുന്ന ആ ഈശ്വര ചൈതന്യത്തെ മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിക്കുവാൻ നമ്മൾക്ക് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നമ്മൾക്ക് കപിലമുനി മാതാവിന് ഉപദേശിച്ചതുപോലെ നമ്മൾക്കൊക്കെ മാർഗനിർദ്ദേശം നൽകുവാൻ നമ്മുടെ പ്രിയങ്കരനായ മനുത്തിരുമേനി നമ്മൾക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ മനുത്തിരുമേനിയുടെ സവിധത്തിൽ നമ്മളെയൊക്കെ എത്തിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ വാക്കുകളെല്ലാം തന്നെ എന്തെങ്കിലും കുറേയധികം തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവാം, ഉണ്ടെങ്കിൽ അതെല്ലാം എൻ്റെ ഒരു അഭിപ്രായമാണ്. അടുത്ത പ്രാവശ്യം എന്തൊക്കെയാണ് ഇതില് പോരായ്മകളെന്ന് തിരുമേനി അത് ഗ്രൂപ്പിലിട്ട് കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല. അത് പേഴ്സണലായി ഗ്രൂപ്പിലിട്ട് അത് അറിയിക്കണം എന്ന് പ്രത്യേകം അപേക്ഷിക്കുകയാണ്. കാരണം ഇത്തരം കുറച്ച് ടഫായിട്ടുള്ള ഈ ഭാഗങ്ങളൊക്കെ ഒന്നുകൂടി ശരിക്കും മനസ്സിലാക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഈ പ്രഭാഷണത്തിലുള്ള പോരായ്മകള്, അതിൽ എന്തൊക്കെയാണ് വിട്ടുപോയത്, എന്തൊക്കെയാണ് അതിൽ ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ട്, അതൊക്കെ ഒന്ന് വ്യക്തമായി ഒന്ന് അറിയിച്ചാൽ വളരെ സന്തോഷമായിരുന്നു. അതുകൊണ്ട് എല്ലാവരെയും ഇതിലെല്ലാ ഭാഗവത കുടുംബത്തിലെ എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ ഈ നന്ദി അറിയിക്കുന്നു. എൻ്റെ ഈ വാക്കുകൾ ഭഗവത് പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാവരുടെയും
വീണ്ടും വീണ്ടും നമിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ഹരി ഓം. വളരെയധികം പ്രൗഢ ഗംഭീരമായിട്ടുള്ള സാഖ്യയോഗമൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാവുന്ന, നേരത്തെ പറഞ്ഞ വലിയൊരു ബുദ്ധിമുട്ടാണ്. പക്ഷെ എത്ര ലളിതമായിട്ടുള്ള നിസ്സാരമായിട്ടുള്ള ഉദാഹരണങ്ങളിലൂടെ തന്നെ ശരിക്കും ആ ഒരൊറ്റ ഉദാഹരണത്തിൽ തന്നെ എത്തി അവിടെ സാഖ്യം. അല്ലെ, ഇലക്ട്രിസിറ്റിയുടെ കാര്യവും മൊബൈലിന്റെ കാര്യവും പറഞ്ഞ് നല്ല ഭംഗിയായിട്ടത് അവതരിപ്പിച്ചു. ഇനിയും അമ്മയ്ക്ക് ധാരാളം പ്രഭാഷണങ്ങളായിട്ടും പാരായണമായിട്ടും കീർത്തനങ്ങളായിട്ടും ഒക്കെ ഗുരുവായൂരപ്പൻ ധാരാളം അവസരങ്ങൾ നൽകട്ടെ. ആയുരാരോഗ്യം ആയുസ് ഒക്കെ നൽകട്ടെ എന്ന് നമുക്കെല്ലാവർക്കും ആ കണ്ണനോട് ഈ സമയത്ത് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം.